2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് KPCC നേതൃത്വവും AICC നേതൃത്വവും എത്തി നിൽക്കുന്നത്. മുതിർന്ന ജനപ്രിയരായ നേതാക്കളെ പലരെയും തിരിച്ച് ഗോദയിൽ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് കൃത്യമായ ഒരു മേൽവിലാസം ഉണ്ടാക്കിക്കൊടുത്ത നേതാവാണ് VM സുധീരൻ. 1980 മുതൽ 96 വരെ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച VM സുധീരൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ നിയമസഭാ സ്പീക്കറായിട്ടുണ്ട്, മന്ത്രിയുമായിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയായി കേവലം 1.5 കൊല്ലം മാത്രമേ ഇരുന്നുള്ളെങ്കിലും ഇപ്പോഴും അദ്ദേഹം നടത്തിയ മിന്നൽ പരിശോധനയിൽ ആരോഗ്യവകുപ്പിലെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയേറെ മികച്ച ഒരു പോരാളിയായിരുന്നു, ഒരു മികച്ച സംഘാടകനായിരുന്നു VM സുധീരൻ. K. സുധാകരൻ അടക്കമുള്ള നേതൃത്വം കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ തിരികെ കോൺഗ്രസിൽ സജീവമായി നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യത. ഒപ്പം ജനകീയരായ മറ്റ് പലരെയും ഇറക്കിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കുന്നത്. വടകരയിൽ നിന്നുള്ള MP ആയ ഷാഫി പറമ്പിൽ കൃത്യമായും പേരാമ്പ്രയിലോ അതല്ലെങ്കിൽ വടകരയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലോ മത്സരിച്ച് അവിടെ കോൺഗ്രസിനായി വലിയ തോതിൽ പ്രവർത്തനം നടത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹൈബി ഈഡൻ അടക്കമുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം മാറി അദ്ദേഹം ചവറയിൽ നിന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇത്തരത്തിൽ UDF മൊത്തത്തിൽ ഒരു അഴിച്ചുപണി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പാക്കാനാണ് നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. LDF അഹന്തയ്ക്കും അതുപോലെ പിണറായിയുടെ തന്നിഷ്ടത്തിനും കൃത്യമായൊരു മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അവർ സെമി ഫൈനൽ എന്ന് വിളിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യ അടി നെറുനിലയ്ക്ക് നോക്കി കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെയും UDF നിർണായകമായ പദ്ധതി. 6 കോർപ്പറേഷനിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഭേദപ്പെട്ട പ്രകടനത്തോടെ നിയമസഭയുടെ എൻട്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനും UDF ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത്. KPCC കൺവെൻഷനുകൾ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K. സുധാകരൻ ബൂത്ത് വോളണ്ടിയർമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു ഡു ഓർ ഡൈ മത്സരമായി നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ പരാജയപ്പെട്ടാൽ നിയമസഭയിലേക്ക് വരിക പ്രയാസമേറിയ കാര്യമായിരിക്കും. PR വർക്ക് ഉൾപ്പെടെ തുടങ്ങി ഈ സംസ്ഥാനത്തെ വീണ്ടും പിന്നോട്ടടിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. PR വർക്കിനായി പൊതുഖജനാവിൽ നിന്നാണ് പിണറായി പണം വെട്ടിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നതായും K. സുധാകരൻ പറയുകയാണ്.